തസ്കിയ 180. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അസ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. ആശൂറയിൻ്റെ ചരിത്ര സംഭവങ്ങളിൽ ചിലതൊക്കെ ഇന്നലെ നാം സൂചിപ്പിക്കുകയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി പ്രകൃതി നിയമത്തെ തിരുത്തി എഴുതിയ സുദിനമാണ് ആശൂറ. ഇന്നലെ പറഞ്ഞല്ലോ, മത്സ്യത്തിൻ്റെ വയറ്റിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ആ മഹത്തായ ദിക്ർ നിരന്തരമായി പറഞ്ഞതുകൊണ്ട് മഹാത്ഭുതത്തോടുകൂടെ രക്ഷപ്പെടുകയാണ്. ഒരു മനുഷ്യൻ മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ടാൽ ജീവൻ നഷ്ടപ്പെടുമെന്ന കാര്യം ഉറപ്പാണ്. പക്ഷെ ഇത്രയും നാൾ ഭക്ഷണമില്ലാതെ, വെള്ളമില്ലാതെ, കൂരിരുട്ടിൽ കടലിൻ്റെ ആഴിയിൽ ഒരു മനുഷ്യൻ സുരക്ഷിതമായി ജീവിക്കുന്നു. അങ്ങനെ മുഹറം 10 അല്ലാഹു ആ പ്രവാചകർക്ക് വിജയം നൽകുന്നു, പുറത്തേക്ക് കൊണ്ടുവരുന്നു. ഇത് പ്രകൃതി നിയമത്തിന് വിരുദ്ധമാണ്. പക്ഷേ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ നിയമം മാറ്റിക്കൊടുക്കുകയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തീയെറിഞ്ഞപ്പോഴും തീയിൻ്റെ ആ പ്രകൃതപരമായ നിയമത്തെ, കരിക്കുക എന്ന സ്വഭാവത്തെ അള്ളാഹു എടുത്തു മാറ്റി. അല്ലെങ്കിൽ കരിക്കാനുള്ള കഴിവുള്ള കൊടുക്കാതെ ആ തീയിൻ്റെ സ്വഭാവത്തെ മറ്റൊന്നാക്കി മാറ്റിയത് തൻ്റെ ഇഷ്ടദാസന് വേണ്ടിയായിരുന്നു. എങ്കിൽ മുഹറം മാസത്തിലെ ഏറ്റവും വലിയ മറ്റൊരു സംഭവമാണ് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല കടലിൽ വഴിയൊരുക്കിയെന്നത്. അക്രമിയായ, എത്ര ദൃഷ്ടാന്തങ്ങൾ കാണിച്ചിട്ടും പാഠം പഠിക്കാത്ത ഫറോവ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അനുയായികളെയും വകവരുത്താൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി രാജ്യം വിടാൻ അള്ളാഹു കൽപ്പിക്കുകയാണ്. അങ്ങനെ കടലിൻ്റെ തീരത്തെത്തിയപ്പോഴാണ് തൻ്റെ കൂടെയുള്ള അനുയായികൾ പറയുന്നത്, പ്രഭാത സമയത്തായിരുന്നു അത്, മൂസാ നബി ഞങ്ങൾക്ക് മുന്നിൽ കടലാണ്, ബാക്കിൽ ശത്രുക്കളും വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ ദുഃഖിക്കരുത്, അള്ളാഹു എൻ്റെ കൂടെയുണ്ട്, നമ്മളൊപ്പമുണ്ട് എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയായിരുന്നു. ആ സമയത്താണ് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നത്, തൻ്റെ കയ്യിലെ ആ ശക്തിയുള്ള വടി കൊണ്ട് കടലിലടിക്കാൻ. അടിച്ചപ്പോൾ കടൽ പിളരുകയാണ്. ആഴമേറിയ കടലിലൂടെ വരണ്ട ഒരു റോഡ് പ്രത്യക്ഷപ്പെടുകയാണ്. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, വടി കൊണ്ടടിച്ചാൽ വെള്ളം പിളരുമോ? അത് പ്രകൃതിപരമായി പിളരാത്ത വസ്തുതയാണ്. പക്ഷേ മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് വേണ്ടി അള്ളാഹു ആ നിയമത്തെ മാറ്റിക്കൊടുക്കുകയാണ്. അതൊരു മഹാത്ഭുതമാണ്. കത്തൗദിൽ അലീം എന്നാണ് ഖുർആൻ പറഞ്ഞത്. കടലേക്ക് അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ 2 ഭാഗത്തും മല മാറി നിൽക്കുന്നു. മേൽപോട്ട് നോക്കുമ്പോൾ വലിയ മലകൾക്ക് സമാനമായ നിലയിലാണ് ഈ വെള്ളത്തെ കാണുന്നത്. സുരക്ഷിതരായി മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമും അനുയായികളും അക്കരെ കടന്നപ്പോഴേ അവരെ പിടികൂടാം എന്ന ആ ഒരു ലക്ഷ്യത്തോടുകൂടെ ഫറോവയും കൂട്ടരും കടലിലേക്ക് കടന്ന സമയം, മധ്യേ എത്തിയ ആ സമയത്താണ് വെള്ളം പരസ്പരം ചേരുന്നതും അതിൽ മുങ്ങിയിട്ട് അവരൊക്കെ നശിക്കുന്നതും. അപ്പോൾ ഇവിടെ ഈ വെള്ളം വടി കൊണ്ടടിച്ച സമയത്ത് മാറി ഒരു വലിയ റോഡ് പ്രത്യക്ഷപ്പെടുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാർക്ക് വേണ്ടി അള്ളാഹു ഈ പ്രപഞ്ച നിയമത്തെ തിരുത്തി എഴുതുമെന്നു തന്നെയല്ലേ? അത് മുഹറം 10 അതുകൊണ്ട് തന്നെ ജൂതന്മാരൊക്കെയും ആ മുഹറം 10 ഈ ഒരു അനുഗ്രഹത്തെ ശുക്ർ ചെയ്തുകൊണ്ട് നോമ്പെടുത്തിരുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൂസാ നബിയെക്കൊണ്ട് ഞങ്ങളാണ് ഏറ്റവും അടുത്തവർ, അതുകൊണ്ട് മുഹറം 10 ഞങ്ങൾ നോമ്പെടുക്കുന്നുണ്ട്. മാത്രമല്ല, ഈ വിഷയത്തിൽ മുഹറം 9 നോമ്പെടുക്കുകയാണ്. ലൈം ബഖീതു ഇലാ ഖാബീൽ അസൂമൻ അത്താസിഅ, അടുത്ത വർഷം ജീവിക്കുകയാണെങ്കിൽ ഞാൻ 9 നോമ്പെടുക്കുമെന്ന് അവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി. അങ്ങനെ ആശൂറ ദിവസം
നിരവധി അംബിയ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ വിജയം നൽകിയതിൽ സന്തോഷിച്ചുകൊണ്ട് ശുക്ർ രേഖപ്പെടുത്തി മുസ്ലിം ഉമ്മത്ത് അന്ന് നോമ്പെടുക്കുകയാണ്. പ്രാർത്ഥനയ്ക്ക് ഉത്തരമുള്ള ദിവസമാണ് മുഹറം 10. നിരവധി ദുആകൾ നടത്താൻ വേണ്ടി പൂർവികരായ മഹാരഥന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് മുഹറം ദിവസം 70 പ്രാവശ്യം പറയൽ സുന്നത്തുണ്ട്. അതുപോലെ ലാ ഇലാഹ ഇല്ലാ അൻതൽ അലിയുൽ അല ലാ ഇലാഹ ഇല്ലാ അൻത റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ വമാ തഹ്തസ്സറ അല്ലാഹുമ്മർസുഖ്നി കമാലൽ ഹുസ്ന വ സആദത്തൽ ഉഖബ വ ഖൈറൽ ആഖിറതി വൽ ഊല എന്ന ദിക്ർ 300 പ്രാവശ്യം സുന്നത്തുണ്ട്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം യാ ദൽ ജലാലി വൽ ഇക്റാം മിൻ ജമീഇ ദുനൂബി വൽ ആസാം എന്ന ദിക്ർ 1000 തവണ ചൊല്ലുക പൂർവികരുടെ ചര്യയാണ്. ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തുൽ ഇഖ്ലാസും കഴിയുമെങ്കിൽ 1000 പ്രാവശ്യം ചൊല്ലേണ്ടതാണ്. ഇങ്ങനെ നിരവധി ദിക്റുകളിലും അതുപോലെ തന്നെ പ്രാർത്ഥനകളിലും ഒഴുകേണ്ട ദിവസമാണ് മുഹറം 10. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ വസ്സ അലാ ഇയാലിഹി വഅഹ്ലിഹി യൗമ ആശൂറാ വസ്സഅല്ലാഹു അലൈഹി സായിറ സനതിഹി. ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. ആശൂറാ ദിവസം തൻ്റെ ആശ്രിതർക്കും കുടുംബത്തിനുമൊക്കെ ഭക്ഷണ വിശാലത ചെയ്താൽ ആ വർഷം മുഴുവനും അല്ലാഹു അവന് വിശാലത ചെയ്യും. അതുകൊണ്ട് തന്നെ കുടുംബബന്ധം പുലർത്താനും കുടുംബത്തിൽ ഭക്ഷണം നൽകി അവരെ സന്തോഷിപ്പിക്കാനും അതുപോലെയുള്ള മറ്റ് സന്തോഷപൂർണമായ അവസ്ഥ വീടുകളിലുണ്ടാക്കാനുമൊക്കെ നല്ല ദിവസമാണ് മുഹറം 10 എന്ന വസ്തുത നാം മനസ്സിലാക്കുക. അതേസമയം മുഹറം 10 കർബലയിൽ നടന്ന ഒരു കറുത്ത അധ്യായമുണ്ട്. അതിൻ്റെ പേരിൽ ചില ഇസ്ലാമിൻ്റെ പേരിലെ കക്ഷികൾ മാറത്തടിക്കുന്നതും വസ്ത്രത്തിന് കളർ മാറ്റുന്നതും കാണാൻ കഴിയും. അത് പണ്ഡിതരോഗം തള്ളിക്കളഞ്ഞതാണ്, ഇസ്ലാമിക ആചാര വിരുദ്ധമാണ്. അത്തരത്തിലുള്ള വിഷയവുമായി ബന്ധപ്പെടുന്നത് ബിദ്അത്താണെന്ന കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം പുണ്യ ദിവസങ്ങളിൽ സൽക്കർമ്മങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ നമുക്കൊക്കെ തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. ആമീൻ.